بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നാം പാരായണം ചെയ്യുന്ന പുതിയ പാഠഭാഗം സൂറത്ത് സുമർ 1, 2, 3 വചനങ്ങളാണ്. സൂറത്ത് സുമറിലെ ആദ്യത്തെ 3 ആയത്തുകളാണ്. ഈ ആയത്തിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻസീലുൽ കിതാബ്. തൻസീലു ഈ പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. സാക്കിന നൂനും ശേഷം സായും വന്നതുകൊണ്ട് ഇവിടെ ഗുന്ന മുറഖഖ തർഖീഖോട് കൂടിയുള്ള മണിക്കലാണ് നൽകേണ്ടത്. തൻസീലു അൽ കിതാബി മിനല്ലാഹി. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിലെ ലാമിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കണം. ഈ തടിപ്പിക്കൽ നൽകുമ്പോൾ ഒരു കാരണവശാലും നാവ് മുൻപല്ലുമായി ചേർത്തുകൊണ്ടോ ടച്ച് ചെയ്യിച്ചുകൊണ്ടോ ഉള്ള ഒരു ശബ്ദം വരരുത്. പല്ലിൻ്റെ ഉൾഭാഗത്ത് മോണയിലേക്ക് നാവിനെ ചേർത്തുകൊണ്ടാണ് ലാമ് നമ്മൾ ഉച്ചരിക്കുന്നത്. ലാമ് ഉച്ചരിക്കാൻ പ്രയാസമില്ല. ആ ലാമ് തന്നെ തഫ്ഖീമോടുകൂടി തടിപ്പിച്ചുകൊണ്ട് മീനല്ലാഹി അല്ലേ, അങ്ങനെ പറയുക. അൽ അസീസി, ഐന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അൽ ഹകീം, ഇവിടെ ഹഉം ഐനും ഹഉം തൊണ്ടയുടെ മധ്യമാണ്. അതിൻ്റെ രണ്ടിൻ്റെ മഖ്റജ് വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൽ അസീസി എന്നോ അൽ അസീസി എന്നൊരു ശുദ്ധത്തോ അല്ലെങ്കിൽ അതിനൊരു ഹംസ പോലെ ഉച്ചരിക്കൽ ഒന്നും വരരുത്, വ്യക്തമാക്കി. അതുപോലെ ഹ പോലെ ആവരുത്. അപ്പോൾ മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇന്ന നൂൻ മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അതിൻ്റെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഇന്ന അൻസൽന ഈ പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഇതിൻ്റെ അന്ത്യത്തിലുള്ള അലിഫിനെയും മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. أنزلنا إليك الكتاب بالحق. قافന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മതി, തഫ്ഖീം നിസ്ബി. ഫഅ്ബുദില്ലാഹ, ഫ എന്ന് പറയുമ്പോൾ ഐന് ബൈനിയ തവസ്സുത്ത് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഫഅ്ബുദില്ലാഹ. ഇവിടെ അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിൻ്റെ മുമ്പിൽ കസ്ര വന്നതുകൊണ്ട്, ഇകാരമുള്ളതുകൊണ്ട് ലാമിന് തർഖീഖ് കൊടുക്കണം, നേർപ്പിക്കണം. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഖാഇന് തഫ്ഖീം, സ്വാദിന് മുഖ്ലിസൻ, സ്വാദിനും തഫ്ഖീം. അപ്പോൾ ഈ 2 അക്ഷരങ്ങൾ ഒഴിച്ച് ബാക്കി അക്ഷരങ്ങൾക്ക് തർഖീഖ്. മുഖ്ലിസൻ ലഹുദ്ദീൻ. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അല്ലേ, അൽ ഖാ എന്ന് പറയുമ്പോൾ ഖാഇനും അതിൻ്റെ അലിഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് ഉച്ചരിക്കുക, പെരുപ്പിക്കുക. സ്വാദിനും തഫ്ഖീം വരുന്നു. അൽ ഖാലിസ്. വല്ലദീന ഇത്തഖദു, ഖാഇന് തഫ്ഖീം, പൂർണ്ണമായ തഫ്ഖീം, ഫത്ഹ ആയതുകൊണ്ട്.
മിൻ ദൂനിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ദീർഘമാണ്. മദ് മുൻഫസിൽ ജായിസിന്റെ വിധിയാണ് അതിനുള്ളത്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഔലിയാ അവിടെ മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി ചേർന്ന് വന്നതാണ്. അതിനുള്ള കാരണം പല കാരണവശാലും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ ദീർഘം നിർബന്ധമാണ്. എന്നാൽ ആ ദീർഘത്തെ 6 ഹറക്കത്തിന്റെ അളവ് വരെ ഇഷ്ബാഅ് ചെയ്യൽ അനുവദനീയമാണ്. മാ നഅ്ബുദുഹും ഐന് ശ്രദ്ധിക്കണം. അന്ത്യത്തിൽ വന്ന പദത്തിന്റെ അന്ത്യത്തിലുള്ള സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഖാഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ലിയുഖർരിബൂന ഇലല്ലാഹ് ഈ പദത്തിൽ വരുന്ന അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ. സുൽഫ ഈ പദത്തിലെ അലിഫിനെയും അപ്രകാരം തന്നെ മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കാം. അപ്പോൾ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ ഇന്ന എന്ന് ചേർത്തോതുകയാണെങ്കിൽ, എന്നാൽ സുൽഫ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ കൂടുതൽ ദീർഘിപ്പിക്കരുത്. 2 ഹറക്കത്തിന്റെ അളവിൽ ഖസ്ർ ചെയ്യേണ്ടതാണ്. തബീഇയായ ദീർഘം മാത്രം നൽകി അവിടെ നിർത്തണം. നിർത്തലിൽ വഖഫിൽ മുൻഫസിലായ ദീർഘം ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ നൂൻ മുശദ്ദദ ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല വീണ്ടും വരുന്നു. തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് അതിലെ ലാമിനെയും അതിൻ്റെ അലിഫിനെയും ഉച്ചരിക്കണം. യഹ്കുമു ബൈനഹും യഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹായിൻ്റെ ഹംസ് റഖാവ ഇതൊക്കെ ശ്രദ്ധിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കുക. ബൈനഹും ഫീമാ ഹും ഫീഹി 2 സാക്കിനത്തായ മീം. 2 മീമിന് ശേഷവും ഫ ആണ് വരുന്നത്. ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ ഉച്ചരിക്കേണ്ടതാണ്, നൽകേണ്ടതാണ്. സൂക്ഷ്മതയോടെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. കാരണം ഫന് മുമ്പിൽ സാക്കിനത്തായ മീം അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. യഖ്തലിഫൂൻ ഖാഇന് തഫ്ഖീം നൽകി തടിപ്പിച്ചോദണം. ഇന്നല്ലാഹ വീണ്ടും നൂൻ മുശദ്ദദ മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ലാമിനെയും അലിഫിനെയും തഫ്ഖീം ചെയ്യുക. ലാ യഹ്ദി എന്ന ആ അയവോടുകൂടിയുള്ള ലൂസാക്കിയിട്ടുള്ള ഉച്ചാരണം, അതാണ് റഖാവ. റിഖ്വായ അക്ഷരമാണ് ഹ. ലാ യഹ്ദി മൻ ഹുവ സാക്കിനത്ത നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട്. കാദിബുൻ കഫാർ കാദിബുൻ ഈ പദത്തിലെ തൻവീനിനെ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. ഇഖ്ഫ ഹഖീഖി. കാദിബുൻ കഫാർ അന്ത്യത്തിലുള്ള റായിന് തഫ്ഖീം നൽകി തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാകുന്നു. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق
الحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നാം പാരായണം ചെയ്യുന്ന പുതിയ പാഠഭാഗം സൂറത്ത് സുമർ 1, 2, 3 വചനങ്ങളാണ്. സൂറത്ത് സുമറിലെ ആദ്യത്തെ 3 ആയത്തുകളാണ്. ഈ ആയത്തിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൻസീലുൽ കിതാബ്. തൻസീലു ഈ പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. സാക്കിനായ നൂനും ശേഷം സായും വന്നതുകൊണ്ട്